guys, welcome back to my YouTube channel. Hello, Sundari and my brother YouTube channel. So, ഇന്ന് ഞങ്ങൾ ഒരു ക്രിക്കറ്റ് മാച്ച് ആണ് വെക്കാൻ പോകുന്നത്. മീൻസ് അതിന്റെ റൂൾസ് ഒക്കെ ആദ്യം പറയുമ്പോൾ ക്രിക്കറ്റിന്റെ റൂൾസ് നിങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അതല്ല, ഒരാൾക്ക് 2 വിക്കറ്റ് ഉണ്ടാവും. എന്നെ 2 പ്രാവശ്യം ഔട്ടാക്കിയാലേ ഇവന് കളിക്കാൻ പറ്റുള്ളൂ. എന്നെ 1 പ്രാവശ്യമില്ല 2 പ്രാവശ്യം ഔട്ടാക്കണം. പിന്നെ അതാണ് സ്റ്റെമ്പ്. പിന്നെ സ്റ്റെമ്പ് ഞങ്ങൾ എടുത്തിട്ട് ആദ്യം വീഡിയോയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്റ്റെമ്പ് പൊട്ടിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റൂൾ അവിടെ വെച്ചിട്ടുള്ളത്. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരാൾക്ക് 2 വിക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരാളിന് 2 പ്രാവശ്യം ഔട്ടായാൽ അടുത്ത ബാറ്റ്സ്മാൻ വരാൻ പറ്റും. 3 എണ്ണം ഉണ്ട്. 2 എണ്ണേ ഉള്ളൂ. ഈ കാണാനല്ലേ വിക്കറ്റിൽ 3 എണ്ണം ഉണ്ട്. എടാ പക്ഷെ അത് 3 ആൾക്കാരുള്ളപ്പോഴല്ലേ. ശരിക്കും 10 വിക്കറ്റ് ഉണ്ട് ഒരു മാച്ചിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഇവിടെ ഇരിക്കുന്ന 2 സ്റ്റൂളാണ് സ്റ്റെമ്പ്. പിന്നെ ബാറ്റ്സ്മാൻ എറിയേണ്ട സ്ഥലം ദേ ഇവൻ നിൽക്കുന്നതിൻ്റെ കുറച്ച് 2 അടി ഫ്രണ്ടിലാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. ആദ്യത്തെ ബോൾ വൈഡ് ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ 4 എടുത്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് 5
അപ്പം ഗൈസ് അപ്പം ഞാൻ ജയിച്ചു ഗൈസ്. സോ അവൻ 52-ൽ ഔട്ടായി, ഞാൻ 55 ആണ് എടുത്തത്. സോ ഞാൻ നിങ്ങളോട് പറയാണ്, പക്ഷേ അവനാണ് എന്നെക്കാളും കളിച്ചിട്ടെങ്കിലും ഒരു ബോളിൽ അവൻ ഔട്ടായതാണ്. പിന്നെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കൊന്നും ഇല്ലാത്ത കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ എഡിറ്റൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആ ഭാഗം വേണ്ട വെച്ചു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനിയുള്ള അടുത്ത വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആയിരിക്കും ഗൈസ്. ഞങ്ങൾ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കണൊക്കെ വീഡിയോ ആണ് ഇനി അടുത്തെടുക്കാൻ പോകുന്നത്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.